Hello, next topic is types of industrial estates. Industrial estates in the types are. Okay, industrial estate is a planned clustering of industrial units. ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിംഗ് ആണ് നോർമൽ കേസിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഫസ്റ്റ് വൺ, ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. This industrial estates provides accommodation to all types of small scale industries. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ഏത് തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ആരംഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെയാണ് ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ അക്കമഡേറ്റഡ്. ഏത് തരത്തിലുള്ള ചെറുകിട വ്യവസായവും ആരംഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ടൈപ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇവിടെ സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് എൻ്റർപ്രണേഴ്സ് മാത്രം, ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് മാത്രം ആരംഭിക്കാൻ സാധിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് പർട്ടിക്കുലർലി കൺസ്ട്രക്റ്റഡ് ഫോർ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സ്. ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് എൻ്റർപ്രണേഴ്സ്, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സ് മാത്രം അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ടെക്നിക്കൽ ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രമേ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതിനെ സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. എന്നാൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും മാനുഫാക്ചറിങ് നടത്തുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നും, ഇതിനകത്ത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ മാത്രം ഉള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതൊരു സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നും പറയും. എന്നാൽ ഇന്ത്യക്കകത്ത് ഇവിടെ പറയുന്ന മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളാണ്. ഇന്ത്യയിലുള്ളത് മിക്കവാറും എല്ലാം എന്താണ്? ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളാണ്. അതായത് എല്ലാ തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളാണ് ഇന്ത്യക്കകത്ത് അധികം വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ദിസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് consist of industrial units manufacturing the same product. സെയിം പ്രോഡക്റ്റുകൾ മാത്രം മാനുഫാക്ചറിങ് നടത്തുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെയാണ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് മാത്രം മാനുഫാക്ചറിങ് നടത്തുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഓക്കെ, then next ancillary industrial estate ആണ്. ancillary industrial estate. In such industrial estate only those small scale units are accommodated which are ancillary to a particular large industries. ആൻസിലറി യൂണിറ്റ് നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വലിയ ഇൻഡസ്ട്രികളെ സഹായിക്കുന്ന അനുബന്ധമായി നിൽക്കുന്ന ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളാണ് ആൻസിലറി യൂണിറ്റ്. അത്തരത്തിൽ വലിയ ലാർജ് ഇൻഡസ്ട്രീസിന് സഹായകമായി നിൽക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രം ഉൾക്കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബൈക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക.
അതിനാവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ മറ്റു ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളാണെങ്കിൽ, അപ്പം ഈ സ്പെയർ പാർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ യൂണിറ്റുകളെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ആൻസിലറി യൂണിറ്റ് എന്നും, അതിൻ്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് കൺസ്ട്രക്ഷൻ നടത്തുന്ന മാനുഫാക്ചറിങ് നടത്തുന്ന വലിയ യൂണിറ്റുകളെ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്നും പറയും. അപ്പോൾ ഈ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചെറിയ ഇൻഡസ്ട്രീസ് മാത്രം, വലിയ ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്ന ചെറിയ യൂണിറ്റുകൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രം ഉൾക്കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്സ് ആണ്. ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്. These are multi-story building constructed in big cities, to provide space to industrial unit manufacturing light-weighted goods with the help of small machine tools. അപ്പോൾ ഈ ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ് പറയുന്നതിന് മുൻപ് ബിൽഡിങ്ങുകൾ രണ്ട് രീതിയിലുണ്ട്. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആൻഡ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നിലയുള്ള കെട്ടിടം. ഓക്കെ, സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്. അതിന് ചിലപ്പോൾ ഈ ഒറ്റ നിലയുള്ള കെട്ടിടത്തിന് താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരിക്കും. അണ്ടർഗ്രൗണ്ട് അതിന് മസൈനി ഫ്ലോർ എന്നാണ് പറയുക. അത്തരത്തിലുള്ള ഒരു മസൈനി ഫ്ലോറുള്ള ഒറ്റ നില കെട്ടിടങ്ങളുണ്ടാവും. അതിനെ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറയും. എന്നാൽ ഒത്തിരി നിലകളുള്ള കെട്ടിടങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളെയാണ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം വലിയ സിറ്റികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും എന്തായിരിക്കും, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളിൽ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ബിൽഡിങ്ങുകളാവുമ്പം മുകളിലെ നിലകളിലായിരിക്കും മാനുഫാക്ചറിങ് നടത്തുക. അതുകൊണ്ട് തന്നെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെയിറ്റുള്ള മെഷീനറികളൊന്നും സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ നമുക്ക് കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള മെഷീൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള, താരതമ്യേന വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ, ഒന്നിൽ കൂടുതൽ നിലകളുള്ള ബിൽഡിങ്ങുകളിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള എസ്റ്റേറ്റുകളെയാണ് ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, വലിയ സിറ്റികളിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളായിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങൾ. ആ ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളിൽ മുകളിലത്തെ നിലകളിൽ താരതമ്യേന വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് മാനുഫാക്ചറിങ് നടത്തുന്നതിന് സിമ്പിൾ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യും. അത്തരത്തിലുള്ള എസ്റ്റേറ്റുകളെയാണ് ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകളാണുള്ളത്. ഒന്ന് ജനറൽ പർപ്പസ്, രണ്ടാമത്തെ സ്പെഷ്യൽ പർപ്പസ്, ദെൻ തേർഡ് എന്തായിരുന്നു, ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ദെൻ ഫോർത്ത് ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ദെൻ ഫിഫ്ത്ത് ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്. ഓക്കെ, ഇത്രയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.